എനിക്കൊന്നും തെളിയിക്കാനില്ല ശുഭ്മാൻ ഗിൽ. കഴിഞ്ഞ 3-4 വർഷമായി ഞാനാണ് IPL ടോപ്പ് സ്കോറർ. കണ്ടപാടെ സോഷ്യൽ മീഡിയ ജീവികൾ മാർക്കിടാൻ തുടങ്ങും. അഹങ്കാരി, നീ എന്ത് പ്രൂവ് ചെയ്യാനില്ല എന്നാണ്? നിനക്ക് സ്ട്രൈക്ക് റേറ്റ് ഉണ്ടോ? നീ ടെസ്റ്റ് കളിക്കാൻ പോ. നിനക്ക് അഹങ്കാരമാണ്. നീ സച്ചിനെ കണ്ടുപഠിക്കൂ. നീ സഞ്ജു സാംസനെ കണ്ടുപഠിക്കൂ. ഇങ്ങനെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ തുടങ്ങി. ഇനി നടന്നത് എന്താണ് എന്ന് നോക്കാം. പ്രസ് മീറ്റ് തുടങ്ങിയ ഉടനെ ഒരു മാപ്ര ഗില്ലിനോട് ചോദിച്ചു, ടെസ്റ്റ് ഏകദിന ടീമുകളുടെ ക്യാപ്റ്റനായിട്ടും 2020 ലോകകപ്പിൽ കളിക്കാൻ താങ്കൾക്ക് സാധിച്ചില്ല. ഈ വരുന്ന IPL താൻ 2020 ഫോർമാറ്റിലും കഴിവുള്ള ആളാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള അവസരമായി താങ്കൾ കാണുന്നുണ്ടോ എന്ന്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്താണ് ഒരാൾ ഉത്തരം പറയുക? അത് തന്നെ വളരെ ഭവ്യതയോടെ അയാൾ പറഞ്ഞു, ഒരിക്കലുമില്ല സാർ. നിങ്ങൾ കഴിഞ്ഞ 3-4 സീസണുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ IPL ഏറ്റവും അധികം റൺസ് അടിച്ചത് ഞാനാണ്. അതുകൊണ്ട് IPL പുതുതായി എനിക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. ഇതാണ് ഗിൽ പറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ സ്ഥാനം നേടാൻ മത്സരരംഗത്തുള്ള ബാറ്റർമാർ കഴിഞ്ഞ 3 സീസണുകളിൽ കളിച്ച കളിയാണ് ഇത്. ഇതിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഗിൽ തന്നെയാണ്. ഇനി 2020-ൽ സ്പീഡാണ് കാര്യമെങ്കിൽ അവിടെയും ഗിൽ പുറകിലല്ല. സ്ട്രൈക്ക് റേറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. 50 ബാറ്റിംഗ് ശരാശരിയുള്ള ഒരൊറ്റ കളിക്കാരനും ഈ ലിസ്റ്റിലില്ല. ഗിൽ 2000 റൺസിന് അടുത്ത് നേടിയത് 154 സ്ട്രൈക്ക് റേറ്റിലാണ്, 50 ആവറേജിൽ. ഇതിൽ 2023-ൽ ഗിൽ ഓറഞ്ച് ക്യാപ്പ് നേടുമ്പോൾ ഗുജറാത്ത് ടേബിൾ ടോപ്പറാണ്. അപ്പോൾ ഇനി ഈ സീസണിൽ ഗിൽ എന്താണ് കളിച്ച് പ്രൂവ് ചെയ്യേണ്ടത്? ഗില്ലിനോടുള്ള അകാരണമായ വിദ്വേഷം കാരണം ആളുകൾ ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഗില്ലിന്റെ ശത്രുക്കൾ 3 വിഭാഗമാണ്. ഒന്ന്, രോഹിത് ശർമ്മ ഫാൻസ്. രോഹിത്തിനെ ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഗിൽ വന്നതോടെ ഇക്കൂട്ടർക്ക് അയാളുടെ പതനം കാണാനുള്ള കൊതിയാണ്. എന്ത് വില കൊടുത്തും അയാളെ ലോബിയുടെ ഭാഗമാക്കി പ്രൊജക്ട് ചെയ്ത് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പുകച്ച് പുറത്തു ചാടിച്ച് അടുത്ത ലോകകപ്പ് രോഹിത്തിന്റെ പേരിൽ നേടിയാൽ അതോടെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ രോഹിത്തിന് കോഹ്ലി, ധോനി എന്നിവരുടെ മേൽ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടാക്കാം എന്നുള്ള ഇവരുടെ മോഹമാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. 2, വിരാട് കോഹ്ലി ഫാൻസ്. ഇപ്പോൾ 61 ഏകദിന മത്സരങ്ങൾ പൂർത്തിയാക്കി നിൽക്കുന്ന ഗില്ലിന് 55.71 ആവറേജിൽ 2953 റൺസ് ഉണ്ട്. അത് അയാൾ നേടിയത് 99.02 എന്ന ശരാശരിയിലാണ് 8 സെഞ്ചുറികളും. ഇതേ സമയത്ത് അതായത് 61 ഇന്നിംഗ്സുകൾ കഴിഞ്ഞപ്പോൾ കോഹ്ലി 43.46 ആവറേജിൽ 2347 റൺസാണ് നേടിയത്. സ്ട്രൈക്ക് റേറ്റ് 82.14, കൂടെ 6 സെഞ്ചുറികളും. വിരാട് കോഹ്ലി ഇങ്ങനെ കരിയറിൽ ഓരോ ഫേസിലും അതായത് 50, 100, 150, 200 മാച്ചുകൾ കഴിയുമ്പോൾ സച്ചിന്റെ ആ സമയത്തെ റെക്കോർഡ് വെച്ച് കമ്പയർ ചെയ്ത കോഹ്ലിയാണ് ബെറ്റർ എന്ന് സ്ഥാപിക്കാൻ കോഹ്ലി ഫാൻസ് അന്ന് ശ്രമിച്ചിരുന്നു. ഇന്നിപ്പോൾ ഗില്ലിന്റെ ഫാൻസിന്റെ കയ്യിൽ നിന്നും സച്ചിന്റെ ഫാൻസിന്റെ കയ്യിൽ നിന്നും അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടുമ്പോൾ ആകെയുള്ള ഒരു പോംവഴി ഗില്ലിനെ നശിപ്പിക്കുക എന്നത് ഇവരുടെയൊക്കെ മനസ്സ് എത്ര ടോക്സിക് ആണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ്. ട്വിറ്ററിലും മറ്റും ഗില്ലിനെതിരെ ഏറ്റവും കൂടുതൽ വിദ്വേഷം കഴിഞ്ഞ 3-4 വർഷങ്ങളായി വമിപ്പിക്കുന്നത് കോഹ്ലി ആരാധകരുടെ ഹാൻഡിലുകളിൽ നിന്നാണ്. 3, സഞ്ജു ഫാൻസ്. സഞ്ജു ഇപ്പോൾ ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തിയതോടെ ടീമിൽ സ്ഥിരമായതിനാൽ ആ ആക്രമണം ഇനി കുറയും. എന്നാൽ അതിനു മുൻപ് അതായിരുന്നില്ല അവസ്ഥ. മുൻപ് വിശദീകരിച്ച IPL റെക്കോർഡ് കൊണ്ട് തന്നെ ഗിൽ വെറുതെ വന്ന് കയറിയതല്ല എന്ന് ഇവർക്ക് ബോധ്യമാവേണ്ടതാണ്. പക്ഷേ ഒരാൾ നന്നാവാൻ മറ്റൊരാൾ ചീത്തയാവണം എന്ന് വാശിയുള്ള ചില നികൃഷ്ട ജീവികളും ഈ കൂട്ടത്തിലുള്ളത് കൊണ്ട് ഗില്ലിനെതിരെയുള്ള ആക്രമണം സ്വാഭാവികമാണ്. ഇതിനിടയിൽ ലോകകപ്പ് പോസ്റ്റർ ഷെയർ ചെയ്തപ്പോൾ അതിൽ സഞ്ജുവിനെ മായ്ച്ചു കളഞ്ഞിട്ടാണ് ഗിൽ പോസ്റ്റ് ചെയ്ത് എന്നുള്ള നുണപ്രചാരണങ്ങളും ഗില്ലിന് നേരിടേണ്ടി വന്നു. ഗിൽ ഷെയർ ചെയ്ത് അതേ പടം തന്നെയാണ് അശ്വിൻ, ജയ്സ്വാൾ ഇവരെല്ലാം ഷെയർ ചെയ്തത്. പക്ഷേ മലയാളി മനോരോഗികൾക്ക് അതൊക്കെ നോക്കാൻ എവിടെയാണ് സമയം? ഇനി ഈ IPL-ൽ കളിച്ച് പ്രൂവ് ചെയ്താലും അവരൊന്നും മാറാൻ പോകുന്നില്ല. അവർക്കറിയാവുന്ന ഒരേ ഒരു പണിയായ തെറിവിളി തുടരും.